ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തനി നാടൻ ഗ്രാമീണ രീതിയിൽ നാടൻ ബീഫ് കറി, അതായത് ന്യൂ ഇയർ സ്പെഷ്യൽ നാടൻ ബീഫ് കറി വളരെ എളുപ്പത്തിൽ എങ്ങനെ ശരിയാക്കാമെന്നും ഇതിലെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഒന്ന് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവരും വരൂ. ഈ നാടൻ ബീഫ് കറി എങ്ങനെ ശരിയാക്കാമെന്നും വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ ഇതെങ്ങനെ റെഡിയാക്കാമെന്നും നമുക്ക് കണ്ടിട്ട് വരാം. അപ്പം ഓക്കെ, അതിനായിട്ട് ആവശ്യം വിസ്താരമുള്ള ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം. ഒരു 1.5 കിലോ ബീഫ് ഉണ്ട്, അപ്പം അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 ഏലക്ക, അതുപോലെ കറുവപ്പട്ട, ഗ്രാമ്പു. ഇനി ഏലക്ക ഞാൻ തൊലി ഇളക്കിയതിന് ശേഷമേ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അത് തൊലി ഇളക്കിയതിന് ശേഷം കാണിക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇത് മൂന്നും കൂടി, അതായത് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂതും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി ഒന്ന് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഒരു 3/4 കിലോയോളം ചെറിയ ഉള്ളിയുണ്ട്. ചെറിയ ഉള്ളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ടില്ല, അതേ രീതിയിൽ അങ്ങിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 5 സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഈ സമയം ഇതിലേക്ക് ഒരു 2 വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനാണ്. നല്ലതുപോലെ വാടി വന്നതിലേക്ക് നമുക്കിനി പൊടി വകകൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് ആ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും, അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇനി ലാസ്റ്റിൽ മാത്രം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം ആയാൽ അടിക്ക് പിടിക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സമയം ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാടങ്ങായി പോയത്, ചൂട് വെള്ളമായിരിക്കണം. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 7-8 വിസിലിന് ശേഷം നമുക്ക് കാണാം. അപ്പം ആദ്യം നമ്മൾ കൂട്ടിയതിന് ശേഷം 1 വിസിലും, പിന്നെ അത് കഴിഞ്ഞ് ഫ്ലെയിം തീരെ കുറച്ചതിന് ശേഷം ഒരു 7-8 വിസിലിനും ശേഷം കാണിക്കാം. ഇപ്പോൾ 7-8 വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ചൂടായ ചെറിയൊരു പാനിലേക്ക്
ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ കുറച്ച് കനത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ഈ വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഈ ഒരു ബീഫ് കറിയിലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിനെ ഒന്ന് മൂപ്പിച്ചിട്ട് കാണിക്കാം. ഇനി ഈ സമയത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മൂപ്പിച്ചെടുത്ത തേങ്ങാക്കൊത്ത് നമ്മുടെ ഈ ബീഫ് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവുമായിരിക്കുമെന്ന് കേട്ടോ. നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ശരിയാക്കണം. എല്ലാവർക്കും അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ.